ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഗൈഡൻസ് മെസ്സേജ് എടുക്കാം. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും നോക്കാം. ഓക്കെ, ഇന്ന് ജസ്റ്റ് സാധാരണ ഒരു റീഡിങ്. ഇന്നത്തെ നിങ്ങളുടെ ദിവസം എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇന്ന് നിങ്ങൾക്ക് എന്താണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക, ഇന്ന് എന്ത് നടക്കാനാണ് സാധ്യത? ഇത് എല്ലാവർക്കും മാച്ച് ആവണമെന്നില്ല, കാരണം നമ്മൾ ചെറിയ റീഡിങ് ഇങ്ങനെ കുറച്ച് കാർഡ്സെല്ലാം എടുക്കുന്ന കുറച്ച് കാർഡ്സ് എടുത്തത് ചിലപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും വരണം എന്നില്ല. ഓക്കെ, എന്നാലും ഞാൻ ഗൈഡൻസ് നമ്മൾ പറയുന്നത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കാം. ഓക്കെ, അതിൻ്റെ കൂടെ പറയുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും യൂണിവേഴ്സായിട്ട് തരുന്ന ചില അഡ്വൈസസ് നമ്മൾ പറയുമ്പോൾ അത് നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ലെറ്റ്സ് സീ. നിങ്ങളുടെ ഇന്നത്തെ ദിവസം 5 of Pentacles ആണ്, Ace of Cups ആണ്, Son of Cups. ഓക്കെ, ഐ തിങ്ക് ഇന്ന് മെയിൻലി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് 5 കപ്സ് അല്ലേ പറഞ്ഞ? ഞാൻ 5 Pentacles അല്ല 7 of Pentacles ആണ്, ഓർമ്മയില്ലാതെ. ഓക്കെ, 7 of Cups ആണ് ഇവിടെ. പാസ്റ്റിൽ നിങ്ങൾക്കുണ്ടായ ചില നഷ്ടം, ഓക്കെ, നിങ്ങൾക്ക് അതിൻ്റെ റിഗ്രറ്റ് ഉണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതിൻ്റെ ഒരു റിഗ്രറ്റ് നിങ്ങൾക്ക് ഉണ്ടാവാം. അതായത് ഒരു വിഷമം ഉണ്ടാവും. ഒന്ന് റിഗ്രറ്റ് ഉണ്ടാവും എന്ന് പറയുമ്പോൾ നമുക്കത് നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ളൊരു തോന്നൽ. ഓക്കെ, അതിന് ഒന്നുമില്ലെങ്കിൽ ആ കാര്യം തന്നെ നിങ്ങൾക്ക് തിരിച്ചു വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലതെന്തോ നിങ്ങൾക്ക് യൂണിവേഴ്സ് കൊണ്ടുവന്ന് തരുന്നു എന്ന് പറയാം. ഓക്കെ, പാസ്റ്റിൽ നഷ്ടപ്പെട്ട ചിലവർക്ക് പണമായിരിക്കും. ഓക്കെ, പണം ലോസ് കാര്യങ്ങളായിരിക്കാം, ഇമോഷണൽ ലോസ് ആണെങ്കിലും ശരി. ഓക്കെ, അതായത് നിങ്ങളെ ഇമോഷണലി നിങ്ങൾക്ക് സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം ഓക്കെ നിങ്ങൾക്ക് വേറെ യൂണിവേഴ്സ് തരുന്നുണ്ട് എന്നാണ്. നിങ്ങളുടെ ആ വിഷമത്തിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കും, ഒന്നാമത്തെ കാര്യം. ഓക്കെ, ആൻഡ് ആ പാസ്റ്റിൻ്റെ നഷ്ടം നിങ്ങൾ ശരിക്കും ഇത് വേറെ എന്തെങ്കിലും കിട്ടുമ്പോൾ നിങ്ങൾ ആ പാസ്റ്റിൻ്റെ ആ നഷ്ടം നിങ്ങൾ മറന്നുപോകും. അത്രത്തോളം വലിയ ഒരു ബ്ലെസ്സിങ് ആണ് നിങ്ങൾക്ക് വരുന്നത്, വലിയൊരു ഗിഫ്റ്റാണ് യൂണിവേഴ്സിൽ നിന്ന് വരുന്നത് നിങ്ങൾക്ക്. ഓക്കെ, ഒരുപാട് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന, മാനസികമായിട്ട് മനസ്സിൻ്റെ ഒരു സന്തോഷം തരുന്ന രീതിയിലുള്ള ഒരു ബ്ലെസ്സിങ് ആണ് യൂണിവേഴ്സിൻ്റെ വരാൻ പോകുന്നത്. പാസ്റ്റിനെ കുറിച്ച് വിട്ട് കളയുക എന്നൊരു കാര്യം ഇവിടെ യൂണിവേഴ്സിൻ്റെ പറയുന്നുണ്ട്. എനിക്ക് റിഗ്രറ്റിൽ ഇരിക്കണ്ട, ആ നഷ്ടപ്പെട്ടത് അത് പോയത് പോയിക്കോട്ടെ, ഒന്നുമില്ലെങ്കിൽ ചിലപ്പോൾ അതിനെ തന്നെ ബെറ്റർ ആക്കിയിട്ട് നിങ്ങൾക്ക് തിരിച്ചു കൊണ്ട് തരും. ഓക്കെ, ആ നഷ്ടപ്പെട്ടത് എന്താണോ അതിൻ്റെ ഇരട്ടി, ചിലപ്പോൾ പണമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഇരട്ടി യൂണിവേഴ്സ് തിരിച്ചു തരും, അല്ലെങ്കിൽ ആ നഷ്ടപ്പെട്ടതിൻ്റെ അതിലേക്ക് എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടും എന്ന് പറയാം. അതിനേക്കാൾ കൂടുതൽ എനിക്ക് പക്ഷേ ഇവിടെ ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് പോയത് പോയി, പക്ഷേ അതിനേക്കാൾ എത്രയോ നല്ലത് യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്ന പോലെയാണ്. Ace of Cups ആണ് ഇവിടെ. Ace of Cupsനേക്കാൾ വലിയൊരു നമുക്ക് ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ്റെ ഒരു കാർഡ് വേറെ ഇല്ല. ഓക്കെ, ഇമോഷണൽ ഫുൾഫിൽമെന്റ് എന്ന് പറയാം, നമ്മൾ അത്രയും ഹാപ്പി ആവുന്ന ഒരു കാർഡാണ്. ആൻഡ് ഇവിടെ 7 of Cups ആണ്. 7 of Cups പറയുമ്പോഴും ശരിക്കും ഐ തിങ്ക് നിങ്ങളുടെ മുമ്പിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേറെ പല ഓപ്പർച്യൂണിറ്റിയും കൊണ്ടുവരും, അങ്ങനെ പറയാം. ഓക്കെ, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുമ്പിൽ വരും. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഓക്കെ, ഇതിൽ നിന്ന് ഒന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞ രീതിയിൽ കണക്കാക്കിക്കോളൂ. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരും. ഈ നഷ്ടപ്പെട്ടതിന് പകരം നിങ്ങൾക്ക് പലതും നിങ്ങളുടെ മുമ്പിൽ യൂണിവേഴ്സ് കൊണ്ടുവന്ന് തരും. ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് എന്താണ് സന്തോഷം തരുന്നത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്ക് അതൊരു വലിയൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ നഷ്ടപ്പെട്ടത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് വേറെ എന്തോ നല്ലത് തരാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് പറയാം. ഓക്കെ, അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ഒരുപാട് വിഷമിക്കേണ്ട എന്നാണ് ഒരു അഷ്വറൻസ് യൂണിവേഴ്സ് തരുന്നുണ്ട്. വിഷമിക്കേണ്ട, ഇതിലും നല്ലത് നിങ്ങൾക്ക് കൊണ്ടുതരുമെന്ന് പറയും നമുക്ക്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാം, ഞാനിത് പറയുമ്പോഴും എനിക്ക് നന്നായിട്ടറിയാം നിങ്ങളുടെയൊക്കെ മനസ്സിൽ തോന്നും എനിക്ക് അതായിരുന്നു വേണ്ടത് എന്ന് നിങ്ങൾ പറയും. ഓക്കെ, പക്ഷെ ഇത് മാറ്റി പറയും നിങ്ങൾ. ഓക്കെ, ഇത് നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ മാറ്റി പറയും. നിങ്ങൾ ഈ ബ്ലെസ്സിങ് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ, ആ ഒരു കാര്യം നിങ്ങളെ എത്രത്തോളം നിങ്ങളെ സന്തോഷിപ്പിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും, ഇല്ല പോയത് പോയി സാരില്ല, അത് പോയത് പൊക്കോട്ടെ എന്ന് നിങ്ങൾ ചിന്തിക്കും. ഓക്കെ, നിങ്ങൾ മാറ്റി പറയും. നിങ്ങളുടെ വാക്ക് എനിക്ക് അതായിരുന്നു വേണ്ടത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന അതിൽ നിന്ന് നിങ്ങൾ മാറും. എനിക്ക് ഉറപ്പാണ്, 100% ഉറപ്പാണ് എനിക്ക്. കാരണം നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ബ്ലെസ്സിങ്ങിൻ്റെ ശരിക്കും വാല്യൂ നിങ്ങൾ മനസ്സിലാക്കും. ആ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്കറിയും, യെസ്, ദൈവം എന്നെ വേദനിപ്പിച്ചതല്ല, എനിക്ക് വേറെന്തോ നല്ലത് തരാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയും. Three of Swords, wow, just oh my god, beautiful. ശരിക്കും എനിക്ക് നിങ്ങളെയൊക്കെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ചെയ്തിട്ടുണ്ടാവും. ബിക്കോസ് അത്ര എനിക്ക് സന്തോഷം ഫീൽ ചെയ്യാണ്. ഞാൻ വളരെ സത്യമായിട്ട് പറയാണ്. ഐ മീൻ, ഈ സന്തോഷം എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ കൂടി ഫീൽ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു ശരിക്കും എൻ്റെ മനസ്സിങ്ങനെ നിറഞ്ഞു വന്നു. ആ ഹാർട്ട് ബ്രേക്ക് എന്ന് നിങ്ങൾ മേലെ വരികയാണ്, പുറത്തു വരികയാണ്.
എനിക്ക് ആ ഒരു വിഷമം നിങ്ങൾക്ക് നല്ല വിഷമം തന്നെയാണ്. ഈ നഷ്ടപ്പെട്ട ഒരു കാര്യം നിങ്ങൾക്ക് ഒരുപാട് വിഷമം തന്നെയാണ്. നിങ്ങളതിൽ നൊസ്റ്റാൾജിയ എനിക്ക് കാണുന്നുണ്ട്, മിസ്സിങ് എനർജി കാണുന്നുണ്ട്, നൊസ്റ്റാൾജിയ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമായിരുന്നു നഷ്ടപ്പെട്ടത്, എനിക്ക് അറിയുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്. ആ വേദനയും വിഷമവും എല്ലാം എനിക്ക് ഈ കാർഡിൻ്റെ ഒപ്പം, പക്ഷെ ഇതിൻ്റെ ഒപ്പം എനിക്ക് ഈ ഒരു സന്തോഷത്തിൻ്റെ ഒരു ഫീലിങ്ങും എനിക്ക് വരുന്നുണ്ട്. ഈ ഒരു സാഡ്നെസ് എനിക്ക് വളരെ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒപ്പം എനിക്ക് ഈ കാർഡിൻ്റെ ഒരു വളരെ സ്ട്രോങ് ആയിട്ടൊരു പോസിറ്റീവ് എനർജി കൂടി എനിക്ക് ഫീൽ ചെയ്യുന്നു. ജസ്റ്റിസ് ആണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നത്. ഓക്കെ, നിങ്ങളെ വേദനിപ്പിച്ച ഒരു കാര്യം, എനിക്ക് അത് യൂണിവേഴ്സായിട്ട് വേദനിപ്പിച്ചാലും ശരി, ഏതെങ്കിലും വ്യക്തി വേദനിപ്പിച്ചാലും ശരി, ഏതെങ്കിലും സിറ്റുവേഷൻ ആയാലും ശരി, എവിടെയെങ്കിലും നിങ്ങൾക്ക് ന്യായം കിട്ടാതെ ആ ന്യായം കിട്ടാതെ പോയതിന് യൂണിവേഴ്സ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ന്യായം തരും. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങളുടെ ഒരു അബണ്ടൻസിലേക്ക് നിങ്ങളെത്തും. ക്വീൻ ആയിട്ട് എടുക്കേണ്ട, കിങ് ആയിട്ട് എടുത്തോളൂ. എന്താ വെച്ചാൽ ഓക്കെ, നിങ്ങളുടെ ഒരു അബണ്ടൻസിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ഓക്കെ, നിങ്ങൾ മുന്നോട്ട് മൂവ് ഓൺ ചെയ്യുന്ന തരത്തിലും പറയാം. ഓക്കെ, പാസ്റ്റിൽ ഇരിക്കേണ്ട എന്നുള്ളൊരു അഡ്വൈസ് കൂടിയായിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഡോണ്ട് സ്റ്റേ ഇൻ ദ പാസ്റ്റ്. ഓക്കെ, പാസ്റ്റിൽ യെസ് എനിക്കറിയാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളായിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ് നിങ്ങളുടെ കയ്യിൽ നഷ്ടപ്പെട്ട് പോയത്. ഓക്കെ, ബട്ട് അത് യൂണിവേഴ്സ് അതിന് പകരം നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവന്ന് തരുന്നുണ്ട്. ആക്ച്വലി ആ പേഴ്സൺ ഇപ്പോൾ എന്നോട് ഞാൻ പേഴ്സൺ, ഓക്കെ, ഞാൻ ഈ കാർഡ് കണ്ടപ്പോൾ എന്തോ ഒരു ഇതിൽ ഞാൻ പേഴ്സൺ എന്ന് പറഞ്ഞതാണ്, സോറി. ഓക്കെ, മേ ബി കുറച്ച് പേർക്ക് റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിരിക്കാം. ഓക്കെ, റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നഷ്ടപ്പെട്ട് ഒരു വ്യക്തി നിങ്ങളെ വിട്ടുപോയി, അല്ലെങ്കിൽ ഒരു വ്യക്തി നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ന്യായം കിട്ടും. നിങ്ങൾക്ക് അതാണ് നിങ്ങൾക്ക് നല്ലതെങ്കിൽ യൂണിവേഴ്സ് അത് തന്നെ തിരിച്ചു കൊണ്ടും തരും. ഓക്കെ, ന്യായമായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടു തരും. അവർ നിങ്ങളോട് ന്യായം ചെയ്യുന്ന തരത്തിൽ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടും തരും. ഇല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, ഇപ്പോൾ സപ്പോസ് ആ വ്യക്തി നിങ്ങൾക്ക് നല്ലതല്ല എന്നുണ്ടെങ്കിൽ അത് യൂണിവേഴ്സ് നിങ്ങളുടെ നിന്ന് കട്ട് ഓഫ് ചെയ്ത് വിടും. പക്ഷെ നിങ്ങൾക്ക് അതിലും വേറെ നല്ലത് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരുകയും ചെയ്യും. ഓക്കെ, അതിനേക്കാൾ വളരെ 6 ആണ് ഇവിടെ. സോ എനിവേസ് ലവ് ആണ് ഇതിവിടെ കാണുന്നത്, സ്നേഹം എന്ന് പറയാം. ഓക്കെ, നമ്മൾ ഐ തിങ്ക് നിങ്ങൾ കുറേ പേര് ഇതും നമ്മൾ സ്നേഹത്തിൻ്റെ കാർഡ് തന്നെയാണ്. സോ കുറച്ച് പേർക്ക് ഇവിടെ റിലേഷൻഷിപ്പിൻ്റെ, എല്ലാവർക്കും അല്ല, കുറേ പേർക്ക് റിലേഷൻഷിപ്പിൻ്റെ ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ മണി, നിങ്ങൾ ആരെങ്കിലും പറ്റിച്ചു, ചതിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും ലോസ് വന്നു, അങ്ങനെയുള്ള കാര്യങ്ങളിലും ഓക്കെ നിങ്ങളോട് പറയുന്ന പാസ്റ്റിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട, നഷ്ടങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട. യൂണിവേഴ്സ് ന്യായം ചെയ്തോളും. ഓക്കെ, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾ മുന്നോട്ട് ഒരു പീസ്ഫുള്ളായിട്ട് നിങ്ങൾ വളരെ ശാന്തമായിട്ട് ഫീൽ ചെയ്യും, നിങ്ങൾ വളരെ പീസ്ഫുള്ളായിട്ട് ഫീൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫ് തന്നെ ബെറ്റർ ആവുമെന്ന് പറയാം. നിങ്ങൾക്ക് അത്രയും സന്തോഷമാണ് യൂണിവേഴ്സ് തരാൻ പോകുന്നത്. ഓക്കെ, ജസ്റ്റിസ് യൂണിവേഴ്സ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജസ്റ്റിസ് ചെയ്യും, ന്യായം കൊണ്ടുവരും. ഓക്കെ, അത് ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് കിട്ടാനുള്ളതാണെങ്കിൽ അത് കിട്ടും. അല്ലാത്ത ലൈക്ക് നിങ്ങൾക്ക് പണം അങ്ങനത്തെ എന്ത് തന്നെയായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും യൂണിവേഴ്സ് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരും. ആ ഒരു ജസ്റ്റിസ് നടക്കാനുണ്ടായിരുന്നു അവിടെ. അതിന് വേണ്ടിയിട്ടാണ് ചിലത് നമുക്കൊരു എനിവേ ട്രാൻസ്ഫോർമേഷൻ എന്നൊക്കെ പറയാം. ഓക്കെ, ഒരു മാറ്റം സംഭവിക്കും എന്തായാലും. പ്രോമിസ് ഓഫ് ദ ഫ്യൂച്ചർ, എൻലൈറ്റൻമെന്റ്, ഡിറ്റർമിനേഷൻ, സ്പിരിച്വൽ ക്വസ്റ്റ്, സസ്റ്റനൻസ്. ഓക്കെ, പ്രയോറിറ്റീസ്. ഇവിടെ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് പ്രോമിസ് തരുന്നുണ്ട്. നിങ്ങൾക്ക് വളരെ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവും. യൂണിവേഴ്സ് പ്രോമിസ് തരുന്നുണ്ട്. സമാധാനം വരും, പീസ് വരും, നിങ്ങൾക്ക് ബ്ലെസ്സിങ് വരും, നിങ്ങൾക്ക് ആഗ്രഹം നിങ്ങളുടെ നടക്കും. ഓക്കെ, നിങ്ങളെ സ്നേഹം വരും, അല്ലെങ്കിൽ പണം വരും, എന്ത് തന്നെയാണോ നിങ്ങളുടെ ആഗ്രഹം, ആ പ്രോമിസ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നുണ്ട്. ദൈവമാണ് നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, അത് വിശ്വസിക്കാം. ഓക്കെ, കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും, എല്ലാം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ തുടങ്ങും. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുക, യൂണിവേഴ്സൽ എനർജിയുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. ഓക്കെ, നിങ്ങളൊന്ന് മെഡിറ്റേഷനോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുക. ആക്ച്വലി ഇവിടെ പേർപ്പിൾ കളറാണ്. പേർപ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് സ്പിരിച്വൽ ഒരു ഇതാണ്. അതിന് നമ്മുടെ ക്രൗൺ ചക്രയുടെ കളറാണ്. ക്രൗൺ ചക്ര ഇവിടുത്തെ. ഓക്കെ, അതായത് എൻലൈറ്റൻമെന്റ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാര്യങ്ങൾ ശരിക്കും നമ്മുടെ ഇൻറ്റ്യൂഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാം ഓക്കെ എല്ലാം നല്ലത് വരും എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് ഡിറ്റർമിനേഷൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ വളരെ ലൈക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കുക. ഒന്നാമത് ഓക്കെ, നിങ്ങൾക്ക് എന്താണോ ചെയ്യേണ്ടത് അതിൽ നിങ്ങൾ ഫുൾ ഫോക്കസ് കൊടുത്ത് ഡിറ്റർമിനേഷനോടെ നിങ്ങൾ ചെയ്യാം. എനിക്ക് കാര്യങ്ങൾ ചെയ്തു പോവാം. ആൻഡ് ഇവിടെ സ്പിരിച്വൽ ക്വസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് പേർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെഡിറ്റേഷനോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. കുറച്ചുകൂടി പ്രാർത്ഥന, മെഡിറ്റേഷനൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുക. നിങ്ങൾക്ക് വളരെയധികം നല്ലതായിരിക്കും. നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്ത് ആണ് എനിക്കിവിടെ കാണുന്നത്. എനിക്ക് കുറേ കൂടി നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് കണക്ട് ആകുമ്പോൾ ശരിക്കും ലൈഫിൽ നിങ്ങൾക്ക് വളരെ സ്മൂത്തായിട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. ഓക്കെ, കാരണം എല്ലാം നിങ്ങൾക്ക് കാര്യങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെയൊക്കെ അപ്പുറം ഇപ്പുറം എന്താണ്, ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താ പഠിപ്പിക്കുന്നത്, എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ അതിനനുസരിച്ച് ലൈഫിനെ വളരെ സ്മൂത്തായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും. സസ്റ്റനൻസ് പറയേണ്ട നിങ്ങൾ ഐ തിങ്ക് വളരെയധികം വിഷമിച്ചിട്ട് ഹാർട്ട് ബ്രേക്കിലിരുന്ന് ഐ തിങ്ക് നിങ്ങൾ ഭക്ഷണം കഴിക്കാതെയോ അങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ടാവാം. ഓക്കെ, സോ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇത് അങ്ങനെ ചെയ്യരുത്. ഓക്കെ, ആരോഗ്യം ശ്രദ്ധിക്കുക, കെയർഫുൾ ആയിട്ടിരിക്കുക. ഡിപ്രഷനിലൊന്നും അങ്ങനെ പോകുന്നുണ്ട് എന്ന് തോന്നിയാൽ നല്ലോണം ദൈവത്തിനെ പ്രാർത്ഥിക്കാം. ഓക്കെ, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട അതാണ്. ഒരിക്കലും
നിങ്ങളെ വേദനിപ്പിക്കാൻ വേണം വെച്ച് ദൈവം ഒന്നും ചെയ്യില്ല. ഓക്കെ, ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, ഇവിടെ നിങ്ങൾ അവനവനെ കെയർ ചെയ്യുക. ഓക്കെ, യൂണിവേഴ്സ് ദൈവം പറയുന്നുണ്ട് നിങ്ങളെ തന്നെ കെയർ ചെയ്യൂ. ഹെൽത്ത് വേണം, ഹെൽത്ത് ആരോഗ്യമാവും നമുക്ക് ആവശ്യമാണ്. എന്നാലേ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലേ? സോ അല്ലേ, ഇപ്പം ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചു എന്ന് വിചാരിക്കുക, അവരെ പോയി 2 അടി അടിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ആരോഗ്യം വേണ്ടേ? അങ്ങനെ ആലോചിക്കും അല്ല പിന്നെ. ഓക്കെ, എനിവേ ഹാപ്പി ആയിട്ടിരിക്കും എല്ലാവരും, പോസിറ്റീവായിട്ടിരിക്കും. ബ്ലെസ്സിങ് വരുന്നുണ്ട്. നല്ലൊരു ദിവസം ആവട്ടെ. നന്ദി, നമസ്കാരം.